ഇന്നിപ്പോ 0% DAയിൽ നമ്മൾ ജീവിക്കും. 2016 തന്നെ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു, നിങ്ങളൊരു ചാർട്ട് ഓഫ് ഡിമാൻഡ് നൽകൂ, നമുക്കിപ്പോ ശമ്പള പരിഷ്കരണം നടത്തി തരാം. അന്ന് CIT പറഞ്ഞത് ഞങ്ങൾക്കിപ്പോ ചാർട്ട് ഓഫ് ഡിമാൻഡ് തരാൻ പറ്റില്ല, പകരം ഞങ്ങൾക്കൊരു ഇടക്കാല ആശ്വാസം വേണം. ശമ്പള പരിഷ്കരണ കാലാവധി തീരാതെ ഇടക്കാല ആശ്വാസം 5000 രൂപ ചോദിച്ച CIT നേതാക്കന്മാരോട് നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത്? ഇന്ന് ബഹുമാന MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ KSRTCയുടെ നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ റഫറൻഡത്തിൽ TDFന് വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് അവർ ഓരോരുത്തരും എണ്ണി കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. കഴിഞ്ഞ 9 വർഷക്കാലമായി KSRTCയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നപ്പോൾ സുദീർഘമായ നിയമ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത 240 സൂപ്പർ ക്ലാസ് ബസ് റൂട്ടുകളിലേക്ക് KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആ സൂപ്പർ ക്ലാസ് റൂട്ടുകളിലേക്ക് ഗവൺമെന്റ് വന്നതിന് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരുമായി ഒത്തുകളിച്ച് കോടതിയിൽ വീണ്ടും അവർ കേസിന് പോയി. ആ കേസിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുകൂലമായ വിധിയുണ്ടായി. ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട രേഖകളും വാദങ്ങളും കോടതിയുടെ മുമ്പേ അവതരിപ്പിക്കാത്തത് കൊണ്ട് മാത്രം ഈ റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് പോയി. അപ്പീൽ കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അപ്പീൽ കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നതിന്റെ അർത്ഥം സ്വകാര്യവൽക്കരിക്കാൻ ഈ KSRTCയെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരണത്തിന്റെ അന്തിമ ഘട്ടമാണെന്ന് പറയാൻ കാരണം ഇതിന്റെ ആരംഭം എവിടെയാണ് എന്ന് ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ടല്ല ഉന്നയിക്കുന്നു. ഈ തൊട്ട് അടുത്ത ദിവസം സമാപിച്ച നിയമസഭാ സമ്മേളനത്തിൽ CPMന്റെ യുവ MLA ആയിട്ടുള്ള ശ്രീ M. വിജിൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇതായിരുന്നു, KSRTCയിലെ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതാണ് CPM MLAയുടെ ചോദ്യം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി തീരുമാനിച്ചിട്ടുണ്ട്. KSRTCക്കാരന് എന്ത് നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? നിങ്ങളിപ്പോൾ വോട്ട് ചോദിക്കുന്നത് എന്തിനാണ്? ആര് സംരക്ഷിക്കാനാണ്? ഈ ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട CIT സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 9 വർഷം ആയതിനു ശേഷം നിങ്ങൾ KSRTCക്ക് എത്ര ബസ് വാങ്ങി? നിങ്ങൾ പറയണ്ടേ?